ലെബനനിലെ സൈനിക നീക്കത്തിനിടെ സൈനികൻ യേശുവിന്റെ പ്രതിമ മഴ ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഇസ്രായേൽ പ്രതിരോധത്തിൽ. ആഗോളതലത്തിൽ വലിയ പ്രതിഷേധമാണ് ഇതിന് എതിരെ ഉയരുന്നത്. സംഭവത്തിൽ ഇസ്രായേൽ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അതായത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൃശ്യമായി ഇത് മാറുന്നുണ്ട്. ലെബനനിലെ സൈനിക നീക്കത്തിനിടെ, അതായത് ഇപ്പോൾ തന്നെ ഈ ലെബനനിലെ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ വലിയ വിമർശനമുണ്ട്. അതിനിടെയാണ് സൈനികൻ യേശുവിന്റെ പ്രതിമ മഴ ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഈ ദൃശ്യം ഒറിജിനൽ എന്ന് തന്നെയാണോ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്? ലെബനനിൽ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ വലിയ സൈനിക നീക്കം ലെബനൻ്റെ പല മേഖലകളിലും നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി. ലെബനനിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ചിത്രം പ്രചരിച്ചിരിക്കുന്നത്. അത് ആഗോളതലത്തിൽ ക്രൈസ്തവ സഭാ വിശ്വാസികളെ വലിയ തോതിൽ വ്രണപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ IDF-ന്റെ ഭാഗമായ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇത്തരത്തിൽ യേശുവിൻ്റെ പ്രതിമ ഒരു മഴ ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിരിക്കുന്നത്. നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഇത് എന്നാണ് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ, പുരോഹിതന്മാരൊക്കെ ഇക്കാര്യത്തെ വിശേഷിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇതിനെതിരെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ ഞെട്ടൽ രേഖപ്പെടുത്തുകയും സൈനികരെതിരെ കടുത്ത നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു വലിയ മഴ ഉപയോഗിച്ച് ഈ മഴുവിൻ്റെ പിൻഭാഗം ഉപയോഗിച്ച് ഈ പ്രതിമയിൽ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു പശ്ചാത്തലം കൂടി വന്നിരിക്കുകയാണ്. സൈനികന്റെ പെരുമാറ്റം സേനയുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നോർത്തേൺ കമാൻഡ്, ഇസ്രായേൽ സേനയുടെ നോർത്തേൺ കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തകർക്കപ്പെട്ട പ്രതിമ പുനഃസ്ഥാപിക്കാൻ ഗ്രാമവാസികളെ സഹായിക്കുമെന്നുള്ള വാഗ്ദാനമാണ് IDF-ന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്നത്. സംഭവത്തെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി അടക്കം ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരങ്ങൾ വ്രണപ്പെട്ടതിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഇസ്രായേൽ. നെതന്യാഹു നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ സാഹചര്യം കൂടിയുണ്ട്. ഇസ്രായേൽ എല്ലാ മതസ്ഥരെയും അംഗീകരിക്കുന്ന രാഷ്ട്രമാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അപലപനീയമാണ്. ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല. സൈനികനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ സംഘർഷാവസ്ഥ ലെബനനിലെ ഗ്രാമങ്ങളിൽ ഈ നടപടികളുമായി ഒക്കെ ഉണ്ടാകുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ക്ഷമാപണവും അടക്കം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. IDF-ന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ ക്ഷമാപണം നടത്തിയിട്ടുണ്ടെങ്കിലും ലെബനൻ ഇതുമായി ബന്ധപ്പെട്ട് കനത്ത പ്രതിഷേധം ഇസ്രായേലിനെ അറിയിച്ച ആ സാഹചര്യം കൂടിയുണ്ട്. അതിർത്തി ഗ്രാമങ്ങളടക്കം ലെബനനിൽ വലിയ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി ഒരു സൈനികന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മതപരമായി ഇതിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവർ തമ്മിലുള്ള സംഘർഷം എന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള പ്രവൃത്തി എന്ന രീതിയിലൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം ഇസ്രായേലിന് ആഗോളതലത്തിൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ അവരുടെ വികാരം ദൃഢപ്പെട്ട പശ്ചാത്തലമാണ്. ഇസ്രായേലിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ ഈ നീക്കം, സൈനികന്റെ ഈ നീക്കം, അതിനെ അപലപിച്ച് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അത് അംഗീകരിക്കാൻ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. വെള്ളിയാഴ്ച ഇസ്രായേലും ലെബനനും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇത്തരത്തിൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലം ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ലെബനനിലെ ഹിസ്ബുള്ള വിഭാഗത്തെ ഇല്ലാതാക്കും എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അതിനിടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രം അത് ഫേക്കായ ഒന്നല്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അങ്ങേയറ്റം വേദനാജനകമായ ഒന്ന് തന്നെ, അതേസമയം ഏറെ ദുഃഖിപ്പിക്കുന്നു, ഞെട്ടിപ്പിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത്. ഇതിൽ മതവിഭാഗങ്ങളുടെ വികാരം വ്രണപ്പെട്ടതിന് താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഇതേ സ്ഥലത്ത് തന്നെ ഈ ക്രിസ്തുവിൻ്റെ പ്രതിമ പുനഃസ്ഥാപിക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.